നമസ്കാരം. ശങ്കർ ദയാൽ ശർമ്മയും ദേവകാന്ത് ബറൂവയും കെ ബ്രഹ്മാനന്ദ റെഡ്ഡിയും AICC അധ്യക്ഷരായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കോൺഗ്രസിന്. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും സമാന്തരമായി പരമാധികാരികളായിരുന്ന സമയം. അക്കാലത്ത് പരിവർത്തന പ്രക്രിയകളൊക്കെ നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആയിരുന്നില്ല, യൂത്ത് കോൺഗ്രസിൽ ആയിരുന്നു. സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥയിലെ കൊടും ചെയ്തികളുടെ കുറ്റവാളിയാണെങ്കിലും സമാന്തരമായി മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. അന്ന് സഞ്ജയും ഇന്ദിരയും അവസരം കൊടുത്ത് വളർത്തിയ യുവ നേതാക്കളാണ് കോൺഗ്രസിലെ ഇന്നത്തെ മുതിർന്നവർ. അഹമ്മദാബാദിലെ AICC സമ്മേളനം പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ് ശരിയായ ദിശയിലാണോ എന്ന് ചോദിച്ചാൽ ചരിത്രമറിയുന്നവർ നിഷേധാർത്ഥത്തിൽ തലവെട്ടിക്കും. ഭാവിയെ നയിക്കേണ്ട യുവാക്കളും വനിതകളും പുതുതായി ചേരുന്നുണ്ടോ കോൺഗ്രസിൽ? ജെൻസി യുവാക്കൾക്കും ആൽഫ കുഞ്ഞുങ്ങൾക്കും കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടെന്നെങ്കിലും അറിയുമോ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. അഹമ്മദാബാദിൽ നന്നാകാൻ തീരുമാനിച്ചോ കോൺഗ്രസ്? വയലാർ രവി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ എത്തിയ പ്രായം അറിയുമോ? അന്ന് 35 വയസ്സ് മാത്രമായിരുന്നു രവിക്ക്. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നെങ്കിലും വന്നത് നാമനിർദ്ദേശം വഴിയല്ല. AICC സമ്മേളനത്തിൽ പത്രിക സമർപ്പിച്ച് മത്സരിച്ച് ജയിച്ചതാണ്. കേരളത്തിലെ മാത്രമല്ല, ബംഗാളിലെയും മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും ഒക്കെ യുവാക്കൾ ആണ് രവിയെ വോട്ട് ചെയ്ത് പ്രവർത്തക സമിതിയിൽ എത്തിച്ചത്. വയലാർ രവി എന്ന അത്ഭുതം അവിടെ അവസാനിക്കുന്നില്ല. 1971 33-ാം വയസ്സിലാണ് ചിറയിൻ കീഴിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. ജയിക്കാൻ ഒരു സാധ്യതയും ആരും പ്രവചിക്കാതിരുന്ന ആ മത്സരം വേണ്ടെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞിരുന്നെങ്കിൽ ഒരു യുവ MP ലോക്സഭയിൽ എത്തുമായിരുന്നില്ല. മത്സരിക്കാൻ അനുവദിക്കുക മാത്രമല്ല ഇന്ദിര ചെയ്തത്. വയലാർ രവിക്കായി പ്രചാരണത്തിനും ചിറയിൻ കീഴിലെത്തി. രവി ജയിച്ചു. 37-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായ AK ആന്റണിയുടെ ചരിത്രം പല നിലകളിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ്. ഇന്നത്തെ കോൺഗ്രസ് നേരിടുന്ന പ്രധാന പ്രതിസന്ധിയും ഇതാണ്. യുവാക്കൾ എന്തിന് കോൺഗ്രസിൽ ചേരണം? വനിതകൾ എന്തിന് കോൺഗ്രസിന്റെ ഭാഗമാകണം? KP ഉണ്ണികൃഷ്ണൻ 26-ാം വയസ്സിൽ AICC അംഗമായയാളാണ്. 35-ാം വയസ്സിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലും എത്തി. ഇവിടെ ഇപ്പോൾ യുവത്വത്തെ പ്രതിനിധീകരിക്കുന്ന ഷാഫി പറമ്പിലിന് 42 വയസ്സും രാഹുൽ മാങ്കൂട്ടത്തിന് 35 വയസ്സുമായി. 34-ാം വയസ്സിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച് ജയിച്ച് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകുന്നത്. വയലാർ രവി ആ പ്രായത്തിൽ മത്സരിച്ച് ജയിച്ചത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിലേക്കാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ഭാവി തീരുമാനിക്കാൻ അഹമ്മദാബാദിൽ സമ്മേളിച്ചത് തന്നെ സംഘടനാപരമായി വലിയ വിജയമാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എടുക്കുന്ന തീരുമാനങ്ങൾ താഴെ തട്ടിൽ നടപ്പാക്കുന്ന രീതിയായിരുന്നു കഴിഞ്ഞ 2 പതിറ്റാണ്ടായി. കോൺഗ്രസിന്റെ വളർച്ച മുരടിച്ചു പോയതിന് അതും ഒരു കാരണമായി നിരീക്ഷകർ പറയാറുണ്ട്. കോൺഗ്രസിന് സമീപകാലത്തൊന്നും വേരോട്ടം കിട്ടാതിരുന്ന മണ്ണാണ് അഹമ്മദാബാദിലേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തട്ടകം. 2002-ലെ ഗുജറാത്ത് കലാപത്തിന് ശേഷം BJPയിലേക്ക് ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച സംസ്ഥാനം. കോൺഗ്രസിന് കിട്ടിയിരുന്ന വോട്ടുകൾ കൂടി BJPയുടെ പെട്ടിയിൽ എത്തിയതോടെ ന്യൂനപക്ഷങ്ങൾ നിസ്സഹായരായ നാട്. അവിടെ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ BJPക്കെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ പ്രമേയങ്ങളിലൂടെ ഉയർത്തി. അവിടെ പാസാക്കിയ ഒരു പ്രധാന പ്രമേയം പലതുകൊണ്ടും ശ്രദ്ധ നേടി. BJPയുടെ ദേശീയത ഭിന്നിപ്പിന്റേതാണ്. അത് രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല. ഹിന്ദു ഒഴികെയുള്ളവരെ ആ ദേശീയതയുടെ പുറത്തു നിർത്തി വിചാരണ ചെയ്യുകയാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു ന്യൂനപക്ഷങ്ങളും അതിന്റെ സമ്മർദ്ദം നേരിടുന്നു. ഇതായിരുന്നു ആ പ്രമേയത്തിന്റെ കാതൽ. ഇത്രയും ഒരു AICC സമ്മേളനം വിളിക്കാതെ തന്നെ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിന്റെ പ്രതിവിധി എന്താണെന്ന് പറയാൻ കഴിയുന്ന നിലയിലേക്ക് കോൺഗ്രസ് ഇനിയും വളർന്നിട്ടില്ല. പ്രതിവിധിയായി പുതിയ ആശയങ്ങൾ ഉണ്ടാകേണ്ടത് യുവാക്കളിൽ നിന്നും വനിതകളിൽ നിന്നുമാണ്. സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു പ്രസംഗിച്ചവരിലെ പ്രായം കുറഞ്ഞയാളായ സച്ചിൻ പൈലറ്റ് പോലും 47 പിന്നിട്ടു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും 50 കടക്കും. രാഹുൽ ഗാന്ധിക്ക് 55 കഴിഞ്ഞു. പ്രിയങ്ക 53-ലാണ് നടപ്പ്. ഓരോ പാർട്ടിക്കും യുവത്വം വരുന്നത് നേതൃനിരയിൽ ചെറുപ്പക്കാർ ഉള്ളപ്പോഴാണ്.
1947 മുമ്പുള്ള കോൺഗ്രസിന് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിന് പിന്നിൽ മുതിർന്ന പുരുഷന്മാരെക്കാൾ കൂടുതലായി സ്ത്രീകളും വിദ്യാർത്ഥികളും അണിനിരന്നു. സ്വാതന്ത്ര്യം കിട്ടിയതോടെ ആ ലക്ഷ്യം പൂർത്തിയായി. പിന്നെ അധികാരം മാത്രമായി കോൺഗ്രസിന്റെ ഏക ലക്ഷ്യവും മാർഗവും. അധികാരം BJPയിൽ നിന്നാലും കിട്ടും എന്ന് വ്യക്തമായതോടെ വ്യാപകമായ കൂറുമാറ്റം ഉണ്ടായി. BJP വളരാൻ ഉപയോഗിച്ചത് അയോധ്യയായിരുന്നു. 1947 ശേഷം രാഷ്ട്രം വീണ്ടും വിഭജിക്കപ്പെട്ടത് ആ വിഷയത്തിലാണ്. അവിടെ ഒരു ബദൽ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അന്നും ഇന്നും അതിന് ബദൽ ഉണ്ടായതുമില്ല. വർഗീയമായ ധ്രുവീകരണം നടക്കുമ്പോൾ മൃദുവർഗീയതയോ തീവ്രവർഗീയതയോ പോലും ബദലല്ല. ജനതയിൽ ഉണ്ടാകുന്ന ഒന്നാന്തരം ജനാധിപത്യ ബോധത്തിലൂടെ മാത്രമേ ബദൽ സാധ്യമാവുകയുള്ളൂ. അതിന് മറ്റൊരു സ്വാതന്ത്ര്യ സമരം തന്നെ നയിക്കേണ്ടി വരും. വർഗീയതയിൽ നിന്നുള്ള മോചനത്തിനായി മറ്റൊരു സമരം നയിക്കുമ്പോൾ ജയിലിലാവുകയും മർദ്ദനമേൽക്കേണ്ടിയും വരും. അധികാരം മാത്രം ലക്ഷ്യമിട്ട് വട്ടമിട്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ നേതൃത്വത്തെ കൊണ്ട് അങ്ങനെ ഒരു സമരം നയിക്കാൻ കഴിയുമോ? ഈ ഒരു ചോദ്യമുയർത്തി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.